ശക്തി ലോഡ്ജിന് മുന്നിൽ ഒരു അജ്ഞാത മൃതദേഹം കാണപ്പെട്ടപ്പോ അതിലൊരു ശത്രു സംഹാരത്തിന് പഴുതുടന്ന് ദുർബുദ്ധി തോന്നിച്ചപ്പോ അന്വേഷണം ഇങ്ങനെ ഒരു ഭസ്മാസുരന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കുമ്പോ അതിലിങ്ങനെ പുത്രന്റെ രൂപത്തിലൊരു കാളത്തർപ്പയോഗം പ്രതീക്ഷിച്ചില്ല. സംസ്ഥാനം അടക്കി ഭരിക്കുന്നയാൾ അല്ലേ? ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത്. അതിനെ പറ്റി യദു. അപ്പം എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2017 നമ്മളെ പ്രമുഖ നടിയുടെ പീഡന കേസുമായി ബന്ധപ്പെട്ട് നമ്മളെ കേരളത്തിൽ വലിയ കോലാഹലങ്ങളും വലിയ രീതിയിലുള്ള ചർച്ചകളും ഡിസ്കഷൻസും എല്ലാം സംഭവിച്ചൊരു സമയം ഉണ്ടായിരുന്നു 2017. അപ്പം അതിനെ തുടർന്ന് സിനിമയിലെ സ്ത്രീകൾക്ക് ഇതുപോലത്തെ കാസ്റ്റിംഗ് കൗച്ച് പോലത്തെ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അന്ന് രൂപീകരിച്ച സംഘടന വുമൺസ് ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞ സംഘടന മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു നിവേദനവും അതിൽ രൂപം കൊണ്ടൊരു കമ്മിറ്റിയുമായിരുന്നു ഹേമ കമ്മിറ്റി. ഈ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റിക്ക് പേര് വരാൻ കാരണം ജസ്റ്റിസ് കെ ഹേമ ഭാഗമായ കമ്മിറ്റി ആയതുകൊണ്ടും ആ കമ്മിറ്റി 3 അംഗ കമ്മിറ്റി ആയിരുന്നു. അതിൽ 2ാമത്തെ അംഗം ശാരദ, 3ാമത്തെ അംഗം റിട്ടയർഡ് IAS ഓഫീസർ കെ വത്സലകുമാരി. അപ്പം ഇവർ 3 പേരും ഭാഗമായൊരു കമ്മിറ്റി കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നും ഏകദേശം 1 കോടിക്ക് മുകളിൽ രൂപ സ്പെൻഡ് ചെയ്ത് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. അപ്പോൾ അവർക്ക് ആ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊടുത്ത ഒരു 6 മന്ത് ഡ്യൂറേഷൻ, ഒരു ഏകദേശം 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിച്ച റിപ്പോർട്ട് ആർക്കും താല്പര്യമില്ല. ഇത് പുറത്തു വിടണ റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനൊരു ആക്ഷൻ ഉണ്ടാവണം. സഡൻ ആക്ഷൻ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഈ സ്ത്രീകൾ നേരിടുന്ന അക്രമങ്ങളും സ്ത്രീകളെ പീഡിപ്പിച്ച കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ജാമ്യം പോലും ലഭിക്കാത്ത സഡനായിട്ട് അറസ്റ്റ് നടന്ന് പ്രതി ഉള്ളിലാവേണ്ട കേസുകളാണ് ഇത്തരം കേസുകളൊക്കെ. നമുക്ക് പിന്നെയും കാലതാമസം എടുത്ത് പിന്നെയും ആ റിപ്പോർട്ട് പുറത്തു വിടാതെ അതിന് ഒരു തുടർ അന്വേഷണങ്ങളോ കാര്യങ്ങളോ സംഭവിക്കാതെ ആർക്കോ വേണ്ടി പൂഴ്ത്തി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ റിപ്പോർട്ട്. അപ്പം അങ്ങനെ പൂഴ്ത്തി വെച്ച റിപ്പോർട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എല്ലാ കാലങ്ങളും എല്ലാ വർഷങ്ങളിലും ഇതുപോലെ തന്നെ ഈ പ്രമുഖ നടിയുടെ കേസും അത് മാത്രമല്ല ഇത്തരം സ്ത്രീകളെ പ്രശ്നങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിലെ സ്ത്രീകളെ പ്രശ്നങ്ങളെ ഓരോന്നും സംഭവിക്കുന്ന സമയത്തും ഈ റിപ്പോർട്ട് എപ്പോഴും ചർച്ചകളിലേക്ക് വരാറുണ്ട്. അപ്പോഴൊന്നും ഈ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെന്റിന് മുൻപാകെ വെച്ച റിപ്പോർട്ട് പുറത്ത് വിടുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് എന്ന് പുറത്ത് വരും എന്നതിനെ കുറിച്ചോ ഒരു കാര്യങ്ങളും ആർക്കും അറിയില്ല. നമ്മൾ ഈ ജനങ്ങളെ നികുതിപ്പണത്തിനെ കുറിച്ച് വല്ലാതെ വിഷമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. സോഷ്യൽ മീഡിയ കാണാം, ഇതെന്റെ നികുതിപ്പണം വെച്ചുണ്ടാക്കിയ കാറാണ്, ഒരു ആക്ടർ ഒരു കാറ് വാങ്ങിയാൽ കാണാം താഴെ കമന്റുകൾ. അപ്പം അത്തരം ആളുകളെയും എല്ലാവിധ ആളുകളെയും നികുതിപ്പണം വെച്ചാണ് ഇതുപോലൊരു കമ്മിറ്റി രൂപീകരിച്ചതും ആ കമ്മിറ്റി റിപ്പോർട്ട് ആ ക്യാഷ് സ്പെൻഡ് ചെയ്ത് ആ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചതും. അപ്പോൾ ആ റിപ്പോർട്ടിൽ എന്താണെന്നുള്ളത് അറിയാൻ, അല്ലെങ്കിൽ ആ റിപ്പോർട്ടിന് തുടരന്വേഷണം നടന്നോ അല്ലെങ്കിൽ തുടരന്വേഷണം നടക്കുന്നുണ്ടോ, ഇതെന്ത് ചുമ്മാ അടയിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പം അത്തരം ചെറിയൊരു അങ്ങനത്തെ ഒരു കേസും അല്ല. അപ്പം അവസാനം വിവരാവകാശ കമ്മീഷൻ ഇടപെട്ട് ആ റിപ്പോർട്ട് നിർബന്ധമായും പുറത്തുവിടണം എന്നൊരു സ്റ്റേജിലെത്തിയ സമയത്ത് മനസ്സോടെ താല്പര്യമില്ലാതെ ആർക്കോ വേണ്ടി കുറേ പേജുകൾ വെട്ടി കുറേ പാരഗ്രാഫ് ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിട്ടു. ഇത് ഏത് ഇന്റർനാഷണൽ കൊമ്പനെ ബാധിക്കുന്ന റിപ്പോർട്ട് ആയതുകൊണ്ടാണ് ഈ പേരുകൾ വിട്ടേണ്ടത്. ഇരയുടെ പേര് ഓക്കെ, നമുക്ക് ദിലീപ് ഒരു വേട്ടക്കാരനാണ്, ദിലീപിനെ കുറിച്ച് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, ആ പ്രമുഖ നടിയുടെ പേര് പറയുന്നതിനാണ് കുഴപ്പം. അപ്പം അത് ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ 4, 5, 6 വർഷങ്ങൾ ഈ അടവെച്ചിരിക്കുന്ന സമയത്ത് അതിൽ നിജസ്ഥിതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിച്ചില്ലേ. ഈ പേരുകൾ സത്യമാണോ അല്ലയോ എന്നുള്ളത് തെളിയിക്കാനോ അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ തെളിവുകൾ മുന്നോട്ട് വെക്കാനോ ഈ ഗവൺമെന്റിന് സാധിച്ചില്ലേ. ഓക്കെ, നമുക്കൊരു 5, 6 വർഷം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ആ റിപ്പോർട്ടിലെ പേരുകളില്ല ഇപ്പോഴും. ആ റിപ്പോർട്ടിലെ ആക്ച്വൽ ഇൻസിഡൻസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഒരു കോടതിയിൽ ഇപ്പം എനിക്കും ഒരു ആക്ടറെ ചൂണ്ടിക്കാണിച്ച് പറയാം, അല്ലെങ്കിൽ ഒരു ആക്ട്രസിനെ ചൂണ്ടിക്കാണിച്ച് പറയാം അവരെന്നെ പീഡിപ്പിച്ചു എന്ന് പറയാം. അതിനർത്ഥം അവർ പീഡിപ്പിച്ചു എന്നല്ല, അത് തെളിയിക്കപ്പെടണം. അപ്പോൾ തെളിയിക്കപ്പെടുന്ന സമയത്ത് മാത്രമാണ് അത് പ്രതിയും അല്ലെങ്കിൽ അതൊരു വേട്ടക്കാരനും ഞാനൊരു ഇരയാവുള്ളൂ. ഇപ്പം ആരോ എന്തോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ ഫെയിമിന് വേണ്ടി പറയും. ഒരുപാട് കേസുകളില്ലേ, ഒരുപാട് കള്ളക്കേസുകൾ കേരളത്തിൽ നടക്കുന്നില്ലേ. 100 കേസുകൾ ഇവിടെ ഇതുപോലെ സ്ത്രീപീഡനമായിട്ടോ അല്ലെങ്കിൽ ഇത്തരം പോക്സോ കേസുകളോ 100 കേസുകൾ വരുന്ന സമയത്ത് അതിൽ 100 എണ്ണം ശരിയാണോ? അല്ല, 100 എണ്ണം ശരിയല്ല. അപ്പം അത്തരം ശരിയാവാത്ത കേസുകളും അല്ലെങ്കിൽ അത്തരം കേസുകളും ഇതിന്റെ മറവിൽ നടക്കുന്നുണ്ടെന്ന് ഗവൺമെന്റ് തന്നെ അല്ലെങ്കിൽ കോടതി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് കേസുകളുണ്ട്. അപ്പം ഇത്രയും കാലതാമസം നീണ്ട് ഇത്രയും കാലം എടുത്ത് ഇതുപോലെ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട പേരുകൾ ഇതിലില്ലെങ്കിൽ
ഈ റിപ്പോർട്ടിന് വെറും വാഴക്കയുടെ വിലയെ നമുക്ക് കൊടുക്കാൻ പാടുള്ളൂ. വെറും വാഴക്കയുടെ വില. ഈ റിപ്പോർട്ടും വെച്ച് അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയെ തരം താഴ്ത്താം, സുഖമായിട്ട് താഴ്ത്തിക്കോളൂ. ആ റിപ്പോർട്ടിലെ വേറൊരു ഏറ്റവും വലിയ കോമഡി, ഒരു വലിയ കോമഡി ഉണ്ട്, എത്ര പേര് വായിച്ചു എന്ന് അറിയില്ല. നടി ശാരദ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. പഴയകാല നടിമാർക്കൊന്നും ഇതുപോലെ അനുഭവങ്ങളില്ല. പഴയകാല നടിമാർക്കൊന്നും അവരുടെ സെറ്റിലൊന്നും ഒരു ഡബിൾ മീനിങ് തമാശകളൊന്നും അവർ പറയുന്നില്ല. അപ്പം ഈ സമൂഹത്തിൽ ഈ കാലത്താണ് സംഭവിക്കുന്നത്. അത് പോട്ടെ, അത് ഓക്കെ. ഈ കാലത്തെ നടിമാരുടെ വേഷവിധാനങ്ങൾ, ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഇത്തരം കേസുകൾക്ക് കാരണമാവുന്നുണ്ട്. ഇത് ആരോ എഴുതി, ഒരു ശിലായുഗ കോൺസെപ്റ്റാണത്. ഈ ശിലായുഗ കോൺസെപ്റ്റുകളൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പലയിടത്തും കാണാം. ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ ഒന്നല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം പഴയകാല ചിന്തകൾ, ഒരു 3 പഴയകാല അല്ലെങ്കിൽ റിട്ടയർഡായ 3 സ്ത്രീകൾ നടത്തിയ ഒരു റിപ്പോർട്ട് ആയതുകൊണ്ടായിരിക്കാം ആ റിപ്പോർട്ടിന് അങ്ങനെ ഒരു സ്വഭാവം ആദ്യാവസാനം ഉള്ളതെന്ന് അതും മനസ്സിലാക്കാം. അപ്പം ഈ റിപ്പോർട്ടിൽ പേരില്ലാത്തൊരു റിപ്പോർട്ട്, ആ പേരില്ലാത്ത റിപ്പോർട്ടും വെച്ച് സംഘടന വിരിച്ചു വിടണം, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും പുണ്യാളന്മാർ, ബാക്കിയുള്ള എല്ലാവരും മോശക്കാർ എന്നുള്ള രീതിയിൽ വേർതിരിവിനൊന്നും ആ സ്ഥാനമില്ല എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ആളുകൾ മനസ്സിലാക്കുക. പിന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച രൗദ്രം പറഞ്ഞ സിനിമയായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്, ആ സിനിമയുടെ ബേസ് സ്റ്റോറിയും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. വേറെ ഒരു സിറ്റുവേഷനാണ് നടക്കുന്നതെങ്കിലും ആ സിനിമയുടെ ബേസ് സ്റ്റോറിയും ഇതുപോലെയൊക്കെ തന്നെയാണ്. അവസാനം അന്വേഷിച്ച് പിടിച്ച് വരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ഒരാളെ പേര് വരുന്ന സമയത്ത് കേസ് ഒഴിവാക്കി വിടാമെന്ന് പറയുന്ന പോലെയാണ് ഈ റിപ്പോർട്ടൊക്കെ ആയി വന്ന സമയത്ത് ഇതിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട ഒരു 3-4 പേരുകളുണ്ട്. നമുക്ക് അറിയാം മുകേഷിൻ്റെ പേര് എന്തായാലും ഉണ്ടാകും. കാരണം പുള്ളീൻ്റെ പുസ്തകങ്ങളിൽ തന്നെ പുള്ളി ഇതുപോലത്തെ കാര്യങ്ങൾ പറയാറുണ്ട്. ഇതിനു മുൻപും പുള്ളി ഇതുപോലത്തെ ഒരു മീറ്റു കേസിൽ അകപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. അതുപോലെ തന്നെ രഞ്ജിത്ത്, കമൽ മുൻ, അതുപോലെ തന്നെ ഇപ്പോഴത്തെയും ചെയർമാനാണ്. കമൽ ആയിക്കോട്ടെ രഞ്ജിത്ത് ആയിക്കോട്ടെ, രണ്ടുപേരും, രഞ്ജിത്തിൻ്റെ പേര് ഇപ്പോൾ ഇത്തവണ വന്നു, പക്ഷേ കമൽ ഇതിനു മുൻപും സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട പേരുകൾ വന്ന ആളാണ്. അതുമാത്രമല്ല കൂടുതൽ പേരുകളുണ്ട്. ഗണേഷ് കുമാർ, സ്ത്രീ പീഡനമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഒരുപാട് വന്നൊരു സിനിമാക്കാരനാണ്. അപ്പം ഇത്തരം പേരുകളൊക്കെ ഗവൺമെന്റിന് ദോഷം ചെയ്യുന്നുള്ളത് 100% ഉറപ്പാണ്. ആ റിപ്പോർട്ട് ആ പേരോടെ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് എന്തായാലും ദോഷം ചെയ്യും. അപ്പം പിന്നെ പവർ ടീം ഉണ്ട്, അല്ലെങ്കിൽ വേറെ ടീം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ടീമിന്റെ പേര് പറയണം, പ്രമുഖന്റെ പേരല്ല. അനുഭവിച്ച ഒരു ഇര വന്ന് പറയണം, ആ പേര് പറയണം. അതിനുള്ള ചങ്കൂറ്റം എന്തിന്റെ നിയമത്തിന്റെ പരീക്ഷ ഉണ്ടെങ്കിലും, എന്ത് നിയമത്തിന്റെ കാര്യങ്ങളുണ്ടെങ്കിലും ആ പേര് പറയാൻ സാധിക്കാത്തിടത്തോളം കാലം ആ കാര്യം പറയാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾ ഏരെയാണ്, വേട്ടക്കാരനെ ചൂണ്ടിക്കാണിക്കാനും വേട്ടക്കാരനെ സമൂഹത്തിന് മുന്നിൽ കാണിക്കാനും നിങ്ങൾക്കുള്ള അവകാശമുണ്ട്, നിങ്ങളത് ചെയ്യണം. അപ്പോൾ അതല്ലാത്ത പക്ഷം അത് ആരായിക്കോട്ടെ. ഇപ്പം നാളെ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ എന്നെ ഇങ്ങനെ ചെയ്തു, ഒരാൾക്ക് അയാളൊരു പ്രമുഖനാണ്, ആ പ്രമുഖൻ അങ്ങനെയല്ല, ഞാൻ അയാളെ പേര് പറയും. ആ പേര് പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയാറ്. എന്ത് കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പം ഇത് വേറെ എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അറിയില്ല. ഇത് ഗവൺമെന്റ് നമ്മളെ ഖജനാവിൽ നിന്നും പൈസ മുടക്കി ഉണ്ടാക്കിയൊരു കമ്മിറ്റിയും അതുമായി കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടും ആയതുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ തുടരന്വേഷണം എന്താണ്, അനുഭവപ്പെട്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേര് സമൂഹത്തിന് മുൻപ് കൊണ്ടുവരണം. അതുപോലെ ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ അതുപോലെ പേര് വെട്ടാതെ, പേര് മായ്ക്കാതെ, പാരഗ്രാഫ് വെട്ടാതെ, പാരഗ്രാഫ് മായ്ക്കാതെ പുറത്തുവിടാൻ ചങ്കൂറ്റുണ്ടെങ്കിൽ മാത്രമാണ് അതൊരു റിപ്പോർട്ടാവുക. സത്യങ്ങൾ ഏറ്റു പറയണം സർ, ജനങ്ങളോട്, സഖാക്കളോട്, പ്രസ്ഥാനത്തോട്. അതാണ് സാർ ലെഫ്റ്റിസ്റ്റ്, അതാണ് സാർ ലെനിനിസ്റ്റ്, അതാവണം സാർ കമ്മ്യൂണിസ്റ്റ്.